ഹായ് ഫ്രണ്ട്സ്, പാനിക് പ്ലസ് കാറ്റ് ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ബിരിയാണിയാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അത് വീട്ടിലുണ്ടാകുന്ന സാധാരണ സാധനങ്ങൾ വച്ചിട്ട് തന്നെ ബിരിയാണിയുടെ ഒരു ടേസ്റ്റിൽ എങ്ങനെ ബിരിയാണി തയ്യാറാക്കാമെന്നാണ് അതിൽ പറയുന്നത്. അതിൽ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്തിട്ടില്ല. മല്ലിയില, പുതിനയില തുടങ്ങി ഒന്നും അതിൽ ചേർത്തിട്ടില്ല. ഈ വീഡിയോയിൽ നമുക്ക് കേരള റെസ്റ്റോറൻറ്റ് ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റിൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. നിങ്ങളിതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി നമുക്ക് ടോട്ടൽ 1 കപ്പാണ് വേണ്ടത്. 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില. ഇനി ഈ ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. സാധാരണ മെഷറിംഗ് കപ്പിൽ 4 കപ്പാണ് എടുത്തേക്കുന്നത്. റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 20 കൂടി വന്ന 30 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം. സോക്ക് ചെയ്ത് വെച്ച് 20-30 മിനിറ്റൊക്കെ ആയ ശേഷം ഡയറക്റ്റ് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ വാഷ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അരി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ 30 മിനിറ്റ് കൂടുതൽ സോക്ക് ചെയ്യരുത് കേട്ടോ. 4 കപ്പ് റൈസിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചിക്കൻ നമ്മൾ വാഷ് ചെയ്തപ്പോഴുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പോയി തീർന്ന ശേഷം വേണം നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ചിക്കനോ മീനോ എന്താണെങ്കിലും അതിൽ വെള്ളം നന്നായിട്ട് പോയ ശേഷം മാരിനേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ചോളും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളിയൊക്കെ എത്രയാണെന്ന് നോക്കാം. ഞാനിതിലേക്ക് 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ സവാള എടുത്താൽ മതിയായിട്ട് 2 സവാള കൂടി കൂടുതലായിട്ട് എടുക്കുക. റെസ്റ്റോറൻറ്റിലൊക്കെ അവർ സവാള മാത്രം വെച്ചിട്ടാണ് എടുക്കുന്നത്. ചെറിയുള്ളിയുടെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒട്ടുമിക്കവർക്ക് ഇഷ്ടമാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നന്നാക്കാൻ മടിയാണ് ഇല്ലയെന്നൊക്കെ ഉണ്ടെങ്കിൽ സവാള മാത്രം എടുത്താൽ മതി. എൻ്റെ സവാള ഇച്ചിരി ചെറുതൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 6 എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 4 സവാള മതിയാവും. പിന്നെ ചെറിയുള്ളി എടുക്കുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 6 സവാള എടുക്കുക. ഫ്രൈ ചെയ്യാനും കൂടിയുള്ള സവാള കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. വെള്ളുള്ളി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 10-20 അല്ലി ഉണ്ടാവും. പിന്നെ ഒരുപാട് വലിയ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-11 മതിയാവും. പിന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണിത്. ബിരിയാണിക്ക് ഇച്ചിരി എരിവ് കുറവല്ലേ നല്ലത്. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കൂടി എടുക്കാം, 4 പച്ചമുളക് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി തന്നെ വേണം. ഈ ഇഞ്ചി ഇപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ അരിയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ല നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ക്രഷ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കല്ലിലൊന്ന് ചതച്ചെടുക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യുക. പക്ഷേ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത്. അതുപോലെ സവാള നമ്മൾ സാധാരണ അരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. നമ്മൾ 2 സവാള വറുക്കാൻ വേണ്ടിയിട്ടായിട്ട് വേണം കേട്ടോ. അപ്പോൾ അത് അരിയുമ്പോൾ ഇച്ചിരി നൈസായിട്ട് ഒരേ സൈസിലാവാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഒരേ സൈസിൽ തന്നെ അരിഞ്ഞെടുത്തേക്കാണ്. ഇതിൻ്റെ പകുതി വറുക്കാനും പകുതി വഴറ്റാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. കട്ടകളൊന്നുമില്ലാതെ പരമാവധി നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതോടെ മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ചിക്കൻ ഇട്ടെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന എരിവില്ലാത്തതൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങാനീര്. ആ കയ്യിൽ മുളക് എടുത്തോണ്ടാട്ടോ കളർ മാറി നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കനിലെ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് മസാല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ കൊത്തി അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ എസൻസ് ഇടണേലും നല്ലൊരു ഫ്ലേവറാണ് ഇത് ഇടണമെങ്കിൽ. എസൻസിന് ഒരു കുത്ത് വരും. എനിക്ക് അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എസൻസ് ലാസ്റ്റ് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എടുത്ത് വയ്ക്കാം. അതിൻ്റെ അളവ് അത്ര എന്നുള്ളത് ഇടുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻറ്റും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം.
റൈസ് സോക്ക് ചെയ്യാൻ വെച്ചത് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ വെക്കാം. റൈസ് വേവിക്കുന്നത് 2 രീതിയിൽ വേവിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെടുത്തേക്കുന്ന 4 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ വേവ് പാകമായിരിക്കും. ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് 1/4 ഭാഗം വേവ് മതി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ 5-6 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വലിയ പാത്രം എടുക്കുക. അതിലൊരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. 2 ബേ ലീഫ്, 1.5 ഇഞ്ചിൻ്റെ 2 പട്ട, 5 ഏലക്ക, 5 കറിയാമ്പൂ, ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ വയ്ക്കുന്നത് പോലെയാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിലും അല്ലെങ്കിൽ തിളപ്പിച്ച് വറ്റിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇതുപോലെ തന്നെ ഇടാം. അതുപോലെ ഉപ്പ് ഇച്ചിരി മുന്തി നിൽക്കാൻ കണക്കിന് ഇട്ട് കൊടുക്കുക. നോർമൽ നമ്മൾ വച്ച വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പിനേക്കാൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് നമ്മുടെ ചോറിന് ഉപ്പുണ്ടാവുള്ളൂ. ഇനി നമുക്ക് സവാള വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ ഗീ ഒക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ ചോറിലും ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്യാനും മാത്രമാണ് ഗീ ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓയിലിൽ തന്നെ നമുക്ക് ഇറച്ചി പൊരിക്കാനും സവാള വഴറ്റാനും ഒക്കെ ഉപയോഗിക്കാം. ഡാൽഡ ആണെന്നുണ്ടെങ്കിൽ ഇറച്ചി പൊരിക്കുമ്പോൾ അത് പറ്റില്ലല്ലോ. പിന്നെ ഡാൽഡയുടെ ഭയങ്കരമായിട്ടൊരു കൊത്തില്ലാണ്ടിരിക്കാൻ സൺഫ്ലവർ ഓയിലാണ് നല്ലത്, അല്ലെങ്കിൽ രണ്ടും കൂടി കൂട്ടി ഉപയോഗിക്കുക. സവാള വഴറ്റാനായിട്ട് ഞാനിവിടെ ഇപ്പം 1/4 കപ്പോളം ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത്രയും ഓയിൽ ഒഴിക്കണമെന്നില്ല, ഇതിൻ്റെ കുറച്ച് ഒഴിച്ച് നിങ്ങൾക്ക് വഴറ്റിയെടുക്കാം. പക്ഷെ ഇത്ര ഓയിൽ ഒഴിച്ചെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇറച്ചി പൊരിക്കാനും മസാല തയ്യാറാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇത്രയും ഓയിൽ ആവശ്യമായിട്ട് വരും. ഇനി വേറെ ഓയിൽ എടുക്കേണ്ടി വരില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ലീഫുകൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ, തുമ്പ് പാലൊക്കെ ഒരു ഗോൾഡൻ കളറായി തുടങ്ങുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിലിടാം. അവിടെ ഇവിടെയൊക്കെ ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സവാള ആവാറായിട്ടുണ്ടെന്നാണ്. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ചിടാം. ഈ പരിവാകുമ്പോൾ എടുത്തു വെക്കുക. അപ്പം നമുക്ക് ഒട്ടും കരിയാണ്ട് കിട്ടും. ഇനി ഇത് ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒറ്റപ്പെട്ടെന്നുള്ള ക്രിസ്പി ആയിട്ടൊക്കെ കളർ മാറിയൊക്കെ കിട്ടും. ചോറ് വേവിക്കാനുള്ള വെള്ളം ഞാൻ ചെറിയ അടുപ്പിലാട്ടോ വെച്ചത്. അത് ഇതുവരെ തിളച്ചിട്ടില്ല. നമുക്ക് ചിക്കൻ വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ ചിക്കൻ വേവിക്കുന്നത് നിങ്ങൾ ദം ചെയ്യുന്ന പാത്രത്തിൽ തന്നെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ കൂടുതൽ നല്ലത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് നമുക്ക് ദം ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ലൈറ്റായിട്ടൊന്ന് ചൂടായ ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചൂടാവാൻ നിൽക്കണ്ട കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് കരിയും. നമ്മുടെ ഗീയും ഒരുപാട് അങ്ങ് പുകയൊന്നും കൊള്ളില്ല. അതുകൊണ്ട് ചെറിയ ചൂടാരുമ്പോൾ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വയറ്റി കൊടുത്തോണ്ടിരിക്കുക. ലൈറ്റ് ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുക. കിസ്മിസ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരില്ല. പൊങ്ങി വരുമ്പോൾ രണ്ടും കൂടി കോരി മാറ്റാം. നമ്മൾ എടുക്കുന്ന സമയത്ത് ക്രിസ്പി ആവാത്തതൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കളർ മാറുകയും ചെയ്യും, ക്രിസ്പി ആവുകയും ചെയ്യും. ഇപ്പം ഇതായിട്ടുണ്ട്, ഞാൻ കോരി മാറ്റാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സവാള വറുത്ത ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കോരിയെടുക്കുക. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. തിളച്ച ശേഷം മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റാം കേട്ടോ. ഞാൻ മാറ്റുന്നില്ല. നമ്മൾ സവാള വറുത്തതും കാഷ്നട്ടും കിസ്മിസൊക്കെ നന്നായിട്ട് തണുത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ പാകത്തിന് എടുക്കുക കേട്ടോ. ഈ പാകത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ ചോറിലിട്ടാലും ചോറ് കറക്കില്ല. റൈസ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ മീഡിയത്തിലിട്ടേക്കാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങാനീര്, 2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. നമ്മുടെ ചോറ് ഒട്ടി പിടിക്കാണ്ടിരിക്കാനും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. ചിക്കൻ തെറിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇത്രയും ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഈ പാകത്തിൽ ഞാൻ കോരാണ്. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്രയും ഫ്രൈ ചെയ്ത് കോരാം. ഇങ്ങനെ കംപ്ലീറ്റ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചോറ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വേവായിട്ടുണ്ടോയെന്ന്. വെന്ത് പോവരുത്. 1/4 ഭാഗം വേവിന് തന്നെ നമുക്ക് എടുക്കണം. അരി തിളച്ച ശേഷം ഒരു 10 മിനിറ്റൊക്കെയാണ് എനിക്ക് എടുക്കാറ്. ചിക്കൻ കംപ്ലീറ്റ് ഞാനിവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. ചട്ടിക്ക് നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയത്തിൽ വെക്കാം. ഉള്ളി ഇടാത്തവർ ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം.
ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി ട്രാൻസ്പെറന്റ് ആയ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പച്ച സ്മെല്ലൊക്കെ പോണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു കുത്ത് നമ്മുടെ ബിരിയാണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മട്ടിക്കും. അതുകൊണ്ട് നല്ലതുപോലെ കുറച്ച് സമയം വഴറ്റി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചോറ് ഇവിടെ കുക്കായിട്ടുണ്ട്. നമ്മൾ ഒരു ചോറ് എടുത്തിട്ട് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ആവുകയും വേണം, എന്നാൽ ഉടഞ്ഞു പോയിട്ടും ഉണ്ടാവരുത്. അതാണ് പാകം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റി കൊടുക്കാം. വല്ലാതെ അങ്ങ് പുക വന്നു തുടങ്ങുമ്പോൾ മീഡിയത്തിലിട്ട് വഴറ്റുക. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിലിടുക. നമ്മുടെ സവാളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിലും പിന്നെ ചോറിലൊക്കെ ഉപ്പിട്ടേക്കുന്നതാണ്, അപ്പോൾ കൂടി പോവാണ്ട് നോക്കുക. നമ്മൾ ചോറ് സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് അടിഭാഗം വല്ലാതെ അങ്ങ് വെന്ത് പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. നടുഭാഗത്ത് ഒരു ക്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക. സവാള നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നല്ല ചൂടിൽ തന്നെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടികൾ ഇട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഈ മസാല ഞാൻ അങ്ങ് മാറ്റുവാട്ടോ. ചിക്കൻ കറി സെമി ഗ്രേവി ആകുമ്പോൾ അതിലേക്ക് ചോറിട്ടെടുത്താണ് നമ്മൾ ദം ചെയ്യുന്നത്. അത് ഇച്ചിരി എളുപ്പമാണല്ലോ. പിന്നെ നമുക്ക് ഫ്ലെയിമിൽ തന്നെ ഡയറക്റ്റ് വെക്കുകയും ചെയ്യാം, മറ്റൊരു തവം അടിയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടെടുത്ത് നല്ല പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാൻ ഈ മസാലയിലേക്ക് ഒരു ബേ ലീഫും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ് ബേ ലീഫ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഗരം മസാല പൊടിക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 മീഡിയം തക്കാളിയാണ് ഞാനിപ്പോൾ ഇട്ടെടുത്തേക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയ ശേഷം 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ കൊത്തി അരിഞ്ഞത്, 1 കപ്പ് ലീവ്സും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മല്ലിയിലയും പുതിനയിലയും 1/2 കപ്പ് വെച്ചാട്ടോ വേണ്ടത്, രണ്ടും കൂടി 1 കപ്പ്. ലീവ്സും പൈനാപ്പിളൊക്കെ ചോറിലിടാനായിട്ട് കുറച്ച് മാറ്റി വെച്ചേക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സവാള വറുത്ത് വെച്ചതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ കിസ്മിസും കൂടി കുറച്ചിട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് കർഡ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒട്ടും പുളിയില്ലാത്ത നല്ല തിക്ക് കർഡാണ് ഇട്ട് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് 1/2 കപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾ പുളിയുള്ളതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. കർഡ് ഇട്ടെടുത്ത ശേഷം കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കർഡ് നമ്മുടെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിക്കണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇപ്പം തൈര് ഇതിലേക്ക് നന്നായിട്ട് മിക്സായി നെയ്യൊക്കെ തെളിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടെടുത്ത ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കൈവിടാണ്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ വഴറ്റിയതൊക്കെ വെറുതെ ആയിപ്പോവും. 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കനൊക്കെ വേവിച്ച് ഗ്രേവിയൊക്കെ പാകമാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു സെമി ഗ്രേവി ആയിട്ടുണ്ട്. ഈ പാകത്തിൽ നമുക്ക് ദം ചെയ്യാം. ഇപ്പം ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പുളി കുറവുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കുക. അതുപോലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക. പൊടിമുളക് ഇടരുത് കേട്ടോ, മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുത്ത് വരും. ഇനി നമുക്കിത് ദം ചെയ്യാം. ഇതിലേക്ക് ഇനി ചോറിടുന്നതിന് മുമ്പായിട്ട് ചിക്കൻ കറിയുടെ മുകളിൽ മല്ലിയില, പുതിനയില, ഫ്രൈഡ് ഒനിയൻ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കിസ്മിസ്, അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടുന്നതിന് കാരണം ചോറിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ കിട്ടുന്നത് മാത്രമല്ല കേട്ടോ, ചോറിൽ നിന്ന് വെള്ളം പരമാവധി വലിച്ചെടുക്കുന്നത് തടയുകയും ചെയ്യും. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് മസ്റ്റാണ്. നമ്മൾ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചിക്കൻ കറി കംപ്ലീറ്റ് ചോറ് കൊണ്ട് ഫില്ല് ചെയ്യാം. പകുതി ചോറ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ ചോറിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കളർ ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇളം ചൂടുള്ള പാലും വെള്ളത്തിലേക്ക് 2 പിഞ്ച് കളർ ഒഴിച്ചതാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും വെള്ളത്തിൽ തന്നെ സാഫ്രോൺ ഒഴിക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യും. പാലെടുക്കണമെന്നില്ല കേട്ടോ, പാലും വെള്ളം എടുത്താൽ മതിയാവും. ചോറിൻ്റെ മുകളിൽ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഗീ ഇല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും മതി. ഞാൻ ബട്ടർ ഇട്ടത് വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ, റെക്കോർഡ് ആയില്ല എന്ന് തോന്നുന്നു. ഇനി നമ്മൾ നേരത്തെ ഇട്ടെടുത്ത പോലെ
മല്ലിയില, പുതിനയില, ഫ്രൈഡ് ഒനിയൻ, കിസ്മിസ്, കാഷ്യൂ എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ പൈനാപ്പിൾ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ലെയറിൽ. ഇനി വീണ്ടും ചോറിട്ടെടുത്ത് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഏറ്റവും മുകളിലെ ലെയറിൽ ഒരുപാട് അങ്ങോട്ട് ഇല ഇടണ്ട കേട്ടോ. ഇലയുടെ കളർ മാറിയിട്ട് നമ്മൾ ദം തുറക്കുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇല അധികം അങ്ങോട്ട് മുകളിലേക്ക് ഇടണ്ട. ഇത് നമുക്കിനി അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഒട്ടും ആവി പുറത്തേക്ക് പോവില്ല. അല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ വെച്ചിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കവർ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ വെച്ചാലും ഒട്ടും ആവി പുറത്തേക്ക് പോവില്ല. എൻ്റെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ചെറിയ അടുപ്പിൽ ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് തന്നെ വെക്കുക കേട്ടോ. 20-25 മിനിറ്റ് ദം ചെയ്ത ശേഷം നിങ്ങൾക്ക് തിരക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് പൊളിച്ചാൽ മതി. ഞാനിത് ഓഫാക്കിയ ശേഷം 10-15 മിനിറ്റ് വെച്ചോളൂ കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള നേരമൊക്കെ ആയി, അതുകൊണ്ട് ഇത് പൊളിക്കുകയാണ്. പൊളിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ആവി ഇപ്പയും നിൽക്കുന്നുണ്ട്. 1 മണിക്കൂറൊക്കെ ഇങ്ങനെ നിൽക്കാറുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാനിവിടെ ചോറൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചോറിന്റെ പാകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും മട്ടി പിടിക്കാതെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വേവിന് ചോറെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് കിട്ടും. ചിക്കനും ചോറായിട്ട് കംപ്ലീറ്റ് അങ്ങ് മിക്സ് ആക്കുന്നില്ല കേട്ടോ. ചോറ് ഇതിന്റെ മുകളിൽ നിന്ന് മാറ്റാണ്. വിളമ്പുന്ന സമയത്ത് ചിക്കനും ചോറായിട്ട് എടുക്കാമല്ലോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആക്കുന്നത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. ദം ചെയ്യുന്ന സമയത്ത് ചോറിൻ്റെ 2 ലെയറിലും ഗീ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ മുകളിലെ ലെയറിൽ ഇടാൻ മറന്നുപോയായിരുന്നു. ചോറ് പകുതി ഭാഗത്തോളം ഇപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ നിന്ന് ചിക്കൻ എടുക്കാം. ഈ ചിക്കൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് മസാല വന്നിട്ടുണ്ട്. ഒട്ടും അടി പിടിച്ചിട്ടില്ല. ഇത് കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ മസാല ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ചധികം സമയം എടുത്തും പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്തിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഞാനിപ്പോൾ പറഞ്ഞ ഈ കറക്റ്റ് അളവിൽ എല്ലാം എടുത്ത് പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിനേലും ടേസ്റ്റായിട്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ രീതിയിൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതൊന്ന് എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്നെ എളുപ്പം കോൺടാക്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് എന്നിലേക്ക് എത്താനുമായിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ അതൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്